Hi friends, welcome to Commerce Bites. I hope you people are all doing well. സോ എനിക്ക് കുറേ അധികം കുട്ടികൾ മെസ്സേജ് അയച്ചു പേപ്പർ 1 ഭയങ്കര ടഫായിരുന്നു എന്നെല്ലാം പറഞ്ഞ് നോ പ്രോബ്ലം, നോ വറീസ്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം പേപ്പേഴ്സ് ടഫ് ആവാം, ഈസി ആവാം. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള ആ ഒരു മൈൻഡ് നിങ്ങൾ വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, നിങ്ങളുടെ കറക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെവർ മൈൻഡ്, വി വിൽ ട്രൈ നെക്സ്റ്റ് ടൈം. ആൻഡ് നമ്മൾ എന്തായാലും കേരള സെറ്റ് കൊണ്ട് വന്നിരിക്കും എന്ന് മാത്രം മൈൻഡിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ട് വിഷമിച്ചിരിക്കുക, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്കൊരു കഴിവില്ല, എനിക്കൊരു ഭാഗ്യമില്ല, അങ്ങനെയൊന്നും വിചാരിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ദൈവം കഴിവ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊരു ഫ്രണ്ടിന്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് കേരള സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അത് ചിലപ്പോൾ ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും പറ്റും. അപ്പോൾ അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. എൻ്റെ സ്റ്റുഡൻസ് ആരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഐ ആം വിത്ത് യു. പിന്നെ എന്താ നിങ്ങൾക്ക് ഉള്ള പ്രോബ്ലം? ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മൾ നെക്സ്റ്റ് ടൈം ആണെങ്കിൽ നെക്സ്റ്റ് ടൈം കേരള സെറ്റിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും എന്ന് മാത്രം ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ, ആൻഡ് പറഞ്ഞ പോലെ എനിക്ക് കുറേ അധികം മെയിൽസ് വന്നു, എനിക്ക് കുറേ അധികം മെസ്സേജസ് വന്നു. എന്നെ ഫോളോ ചെയ്തിട്ട് ഗുണമുണ്ടായി. മാം പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഞാൻ ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് തോന്നിയത് ഒരു 7 to 8 ക്വസ്റ്റ്യൻസോളം ഞാൻ പറഞ്ഞത് ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്, ആ ടോപ്പിക്സിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ മറ്റ് ഏരിയാസിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് വേറെ ഒരു പോർഷൻ എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായത്. സോ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവണേ, ഇനി നെക്സ്റ്റ് ടൈം വേറെ രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവണേ എന്ന് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ പേപ്പർ 1 ടഫാണെങ്കിൽ നെക്സ്റ്റ് ടൈം പേപ്പർ 1 വളരെ ഈസി ആയിരിക്കും. സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേപ്പർ 2ലാണ്. മനസ്സിലായോ? ഓരോ പ്രാവശ്യം അവർ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും അവർ നീങ്ങുന്നത്. സോ അവരുടെ ആ ഒരു ടാക്ടിക്സ് നമ്മളുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇനി കളത്തിലേക്ക് ഇറങ്ങാൻ. അണ്ടർസ്റ്റുഡ്? സോ വിഷമിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല, പേടിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. വി ആർ വിത്ത് യു, നോ വറീസ് അറ്റ് ഓൾ. ഓക്കെ, സോ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ഫസ്റ്റ് 60 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് 60 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്കറിയാം കുറേ കുട്ടികൾ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഫസ്റ്റ് 60 തന്നെ നോക്കിയപ്പോൾ എനിക്ക് 20-25 ഒക്കെ ഉള്ളൂ, ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള മൈൻഡിലിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്രൈ, നമുക്കൊന്ന് ഒത്തു നോക്കാം അല്ലേ? ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ കേസ് എങ്ങാനും നമ്മൾ പാസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ, അതൊന്നും അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സെക്കൻഡ് സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ ഞാൻ കൊമേഴ്സിൻ്റെ 2 സെറ്റും, അതായത് ഫസ്റ്റ് 60 ക്വസ്റ്റ്യൻസും പിന്നത്തെ 60 ക്വസ്റ്റ്യൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നലെ എനിക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. സോറി ഫോർ ദാറ്റ്. സോ സ്ട്രേറ്റ് ടു our discussion. So question number 61, which among the following is essential mineral for both activation and action of thrombin? Here the answer will be option C, that is calcium. പിന്നെ ഞാൻ ഡിസ്കഷൻ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് എനിക്ക് കിട്ടിയ സെറ്റ് ബി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാട്ടോ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ കാർബൺ കോപ്പിയിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 62, the category of animal which have mixed heart is option D, that is reptiles. reptilesനാണ് മിക്സ്ഡ് ഹാർട്ട് ഉള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 63, why radiation is not employed in radiotherapy? Because here the answer will be option D, that is toxic to human tissues. And question number 64, the rock more harder than its original constituent is option D, that is sedimentary rock. Okay, now moving to the next question, the unit used to express distance to stars and galaxies used by professional astronomers
Here the answer will be option B, that is parsecs. Okay. Moving to question number 66. The Man Who Knew Infinity is a biography drama film. Identify the personality. The answer will be option D, that is Srinivasa Ramanuja. Okay. So let's move to the next question. Question number 67. The specialized agency of UN, United Nations, which celebrated its century in 2019. Here the answer will be option B, that is International Labour Organization. Question number 68. The recipient of prestigious Indian Literacy Award Saraswati Samman of 2020 was. Here the answer will be option C, that is Sharan Kumar Limbale. So next one is a match the following and let's check out what will be the answer എന്ന്. ഇവിടെ നമുക്ക് ആസ്ട്രോണമി, ആയുർവേദ, ഗ്രാമർ, ലിറ്ററേച്ചർ എന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പനിനി, ഭാവഭുക്തി, വരാഹ് ബ്രഹ്മിൻ ആൻഡ് ഓപ്ഷൻ ഡി വാക് ഭക്ത. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഈസ് പനിനി എന്നുള്ളത് ഗ്രാമറാണ്, ഭാവഭൂതി എന്നുള്ളത് ലിറ്ററേച്ചറാണ്, വരാഹ് ബ്രഹ്മൻ എന്ന് പറയുന്നത് ആസ്ട്രോണമിയാണ്, ആൻഡ് വാക് ഭക്ത എന്നുള്ളത് ആയുർവേദ ആണ്. ഓക്കെ. So I think you got the answer. Option A will be the correct answer. A3, B4, C1, D2. Okay. Which of the following are the fundamental rights according to the Constitution of India? Here the answer will be option C, that is right to freedom ഉണ്ട്, പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഉണ്ട്, ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളതും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ക്വസ്റ്റ്യൻ നമ്പർ 71. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ റിഫോംസ് മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് കേരളത്തിൻ്റെ. സോ അപ്പോൾ നമ്മളിത് ക്രൊണോളജിക്കൽ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 1342. അതായത് വില്ലുവണ്ടി സമരം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1893 ആണ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹ 1931 ആണ്. ഫോർമേഷൻ ഓഫ് SNDP 1903 ആണ്. ദെൻ മിശ്ര ഭോജനം ഓർഗനൈസ്ഡ് ബൈ സഹോദരൻ അയ്യപ്പൻ എന്നുള്ളത് 1917 ആണ്. സോ നമ്മളതൊരു ഓർഡറിൽ, ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇടുമ്പോൾ 1342 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഓക്കെ. സോ മൂവിങ് ടു ദ 72th question. Nathu La Pass connects with ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സിക്കിം ആൻഡ് ടിബറ്റ്. നാഥുല പാസ് കണക്ട് ചെയ്യുന്നത് സിക്കിമിനും അതുപോലെ തന്നെ ടിബറ്റിനുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെൻറ്റ് വാസ് ഹെൽഡ് അറ്റ് സ്റ്റോക്ക്ഹോം എന്നുള്ള ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ. So moving to the next question. The theory which suggests that life existed in outer space and was transported by meteoroids, asteroids or comets to a receptive earth എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് Pansmeria. That will be option C, that is Pansmeria. Moving to question number 75. The age of Pericles is considered to as a golden age in European history. Similarly, in India, which period is considered as a golden age എന്നാണ് ചോദിച്ചിട്ടുള്ളത്. And the answer will be option B, that is Gupta period എന്നുള്ള ആൻസർ ആയിരിക്കും, will be the correct answer. So moving to the 76th question. ഇതും again ഒരു match the following question ആണ്. International Atomic Energy Agency, International Court of Justice, World Intellectual Property Organization, International Monetary Fund. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ളത് അത് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലേസസിൻ്റെ നെയിംസാണ്.
എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. വാഷിങ്ടൺ DC, ജനീവ, വിയന, ദ ഹൗജ് എന്നുള്ള 4 ഓപ്ഷൻസ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത് വിയന്ന ആണ്. അവിടെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് പ്രോബബ്ലി ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. ഓക്കെ, A3യും B4 ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നുള്ളത് ദ ഹോജ് അല്ലാണ്. ആൻഡ് ദ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്നുള്ളത് ജനീവയിലാണ്. ആൻഡ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അത് വാഷിങ്ടൺ DC-യിലാണ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. Moving to question number 77, the goods and service tax was introduced in India as per Dash Constitutional Amendment Act. It will be answer option D, that is 121 Amendment Act. Okay, so now let's move to the next question. Moving to the next question, in India, crops are broadly classified in Rabi and Kharif crops based on the climatic condition. The words Rabi and Kharif originated from. Here the answer will be option D, that is Arabic. So ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഇത് ഇപ്പോൾ സ്കിപ്പ് ഔട്ട് ചെയ്യുകയാണ് ആൻഡ് വി വിൽ ബി ഡിസ്കസിങ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, so now let's check out the next question. Question number 80, അതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ഡേയ്സും എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ ഡേറ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഐ നോ ദാറ്റ്. സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ആൻസർ. ഓക്കെ, നാഷണൽ സ്പോർട്സ് ഡേ ഇൻ ഇന്ത്യ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 29th ഓഗസ്റ്റിലാണ്. വേൾഡ് ടീച്ചേഴ്സ് ഡേ 5th ഒക്ടോബർ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 11th നവംബറിലാണ്. വേൾഡ് ഹെൽത്ത് ഡേ 7th ഏപ്രിലാണ്. ഓക്കെ, ഹിയർ ദ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇനി എനിക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 81 തുടങ്ങി ഒരു 86 അതായത് 85 വരെ നമ്മൾക്ക് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനത് ഇപ്പോൾ സ്കിപ്പ് ഔട്ട് ചെയ്യുകയാണ്. ബിക്കോസ് വി ആർ നോട്ട് ഡിസ്കസിങ് റൈറ്റ് നൗ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് യു പീപ്പിൾ വിൽ ബി ക്ലിയർ അബൌട്ട് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 86ലേക്ക് വേഗം പോവാം. എക്സ്പാൻഷൻ ഓഫ് മുദ്ര ഇൻ പ്രധാൻ മന്ത്രി മുദ്ര യോജന. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, that is micro unit development and refinance agency will be the correct answer. And question number 87, which of the following is not a cryptocurrency? ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കാരണം ബിറ്റ് കോയിൻ, എതേറിയം, ഇസഡ് ക്യാഷ് എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് മൂന്നും ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഫാസ്റ്റ് ക്യാഷ് ആണ്. കുറച്ച് കുട്ടികൾക്കെങ്കിലും ഒരു കൺഫ്യൂഷനായിട്ട് ഉണ്ടാവും. ഈവൻ ദോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഫാസ്റ്റ് ക്യാഷ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റോവർ വിച്ച് ലാൻഡഡ് ഓൺ മാർസ് ഇൻ February 2021. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഈസ് പെർസീവറൻസ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 89. Identify the members of Quad Group, a coalition of maritime democracies formed to ensure and sustain an open, free, prosperous Indo-Pacific region. And the answer will be option D, that is India, Japan, Australia and United States. Okay, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും, ഐ ക്യാൻ ചാലഞ്ച് യു എന്ന് പറഞ്ഞ് ഞാൻ 2 വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബാലൻസ് നമ്മളുടെ സ്റ്റാർട്ടിങ് എഡ്യൂക്കേഷൻ പോളിസീസ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് തന്നതാണ്. അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചത്. നമ്മളുടെ 10+2 എന്നുള്ള ആ ഒരു പാറ്റേൺ മാറ്റിയിട്ട്
എന്ത് ടൈപ്പ് ഓഫ് പാറ്റേണിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് 5+3+3+4 എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. എനിക്കറിയില്ല എത്ര പേര് ഇത് കറക്റ്റ് ആക്കി എന്നുള്ളത്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്ന്. ഓക്കെ, so moving to the next question, find out the odd one out. Google Chrome, Firefox, Bing and Microsoft Edge. Here the answer will be option B, that is Bing. Okay, moving to the next question, winner of inaugural World Test Championship 2021. Here the answer will be option D, that is New Zealand. So moving to the next question, which of the following union territory in India were amalgamated in 2019? And here the answer will be option B, that is Dadra and Nagar Haveli and Daman and Diu ennolla option will be the correct answer. Okay, so moving to the next question, Gandhi Peace Prize 2020 was awarded to. Here the answer will be option B, that is Sheikh Mujibur Rahman എന്നുള്ള ആൻസർ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ഇഡിയം given in italics in the following sentence. The sentence ഇങ്ങനെയാണ്: the flood has destroyed all the road signs, leaving the drivers and computers at 6 and 7. 6 and 7 കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺഫ്യൂസ്ഡ് എന്നുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, so now let's move to the next question. Replace the underlined words in the following sentence with one word. He is a person who looks at only the darker side of life, and here the answer will be option B, that is pessimist. Pessimist ആയിരിക്കുള്ളൂ അതിൻ്റെ കറക്റ്റ് ആൻസർ. Moving to the next question, she sells the seashells on the seashore is an example of which figure of speech എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ ടങ് ട്വിസ്റ്റേഴ്സ്, ഇതിൻ്റെ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അലിറ്ററേഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്കാണ് പെടുത്താൻ പറ്റുന്നത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ Gahir Mata Marine Wildlife Sanctuary and the world largest nesting beach for the vulnerable olive ridley turtles is located in option C, that is Odisha. ഒഡീഷയിലാണ് ഈ പറഞ്ഞ സംഭവം നമ്മളുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which I find it very simple, the element which present in all acids. ഇതിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി നോളജ് ഉണ്ടാവണം എന്ന് യാതൊരു ആവശ്യമില്ല. കാരണം നമുക്കെല്ലാം അറിയാം ആസിഡ്സിൽ കുറച്ചെങ്കിലും കണ്ടൻറ്റ് ഒരു എലമെൻ്റായിട്ട് ഹൈഡ്രജൻ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളത്, അല്ലേ? ഇറ്റ് ഇസ്, അതങ്ങനെ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഞാനതിപ്പോൾ സ്കിപ്പ് ഔട്ട് ചെയ്യുകയാണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുറേറ്റോ റീച്ചോ ട്രെഞ്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ. അത് ഏത് ഓഷ്യനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഓക്കെ, which of the following is not tax imposed by the government of India? And the answer will be option B, that is land revenue. Moving to question number 103, who wrote the novel Agnes Grey എന്നുള്ളത്? And the answer will be option D, that is Anne Browning. Moving to the next question, the movement which starts in Travancore against the administrative reforms introduced in 1932, അതിൻ്റെ ആൻസർ വരുന്നത് നിർവർത്തന എജീഷൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The campaign by the Kerala government against the drug and alcohol addiction and other substance abuse. The answer will be option C, that is Sobodam. Okay, option C, Sobodam. Moving to the next question, meaning of the phrase fallout, and here the answer will be
Option D, that is coral. If nightingales warble, then the owls hoot. Option C, hoot will be the correct answer. Moving to the next question, either the boy or his parents have to will be the correct answer. Have to apologize എന്നായിരിക്കും ആൻസർ വരുന്നത്. Question number 109, I dislike waiting. Option B will be the correct answer. Okay. Question number 110ഉം 111ഉം ഞാനിപ്പോൾ സ്കിപ്പ് ഔട്ട് ചെയ്യാണ്. Let's check out these two questions later in the video. So moving to 112th question, ISRO has to set up a dedicated space situational awareness control center named as Netra. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Option A will be the correct answer. So now let's move to the next question. Which state has recently declared 2020 as the year of artificial intelligence and has signed MOU with tech firm for all research? And here the answer will be option C, that is Telangana. So moving to the next question, Dash Convention adopted by for the protection of ozone layer. Vienna Conventionലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയറിൻ്റെ. Now moving to the next question, Dash National Park was declared as a UNESCO Biosphere Reserve in 2020 and the answer will be option A, that is Pana National Park. Moving to the next question, digital stethoscope called IuSync to check patients who were infected with COVID-19 ഡെവലപ്പ് ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് the answer will be option C, that is IIT Mumbai. Moving to 117th question, the chairman of National Expert Group on Vaccine Administration for COVID-19 NEGVAC എന്നുള്ള അതിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് the answer will be option A, that is VK Paul will be the correct answer. So moving to the next question, winner of French Open 2021 men's single title. The answer will be option B, that is Novak Djokovic. Okay. Moving to the next question, the Asian Games 2022 will be hosted in. The answer will be option C, that is China will be the correct answer. Moving to the next question and the last question of our discussion, the prestigious Akashvani Music Festival was renamed after. The answer will be option A, that is Bhimsen Joshi. Option A, Pandit Bhimsen ജോഷി വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ നമ്മളിപ്പോൾ നെക്സ്റ്റ് 60 ക്വസ്റ്റ്യൻസ് അതിൽ ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ഔട്ട് ചെയ്തിട്ട് ബാലൻസ് എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തത് നിങ്ങൾ കാർബൺ കോപ്പിയിൽ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നോക്കണം എന്തെല്ലാമാണ് എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തോളൂ. ഓക്കെ, ഇറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് കൊമേഴ്സ് സബ്ജക്റ്റ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ നമ്മൾ പേപ്പർ 2ൻ്റെ ആൻസർ കീ പ്രൊവൈഡ് ചെയ്യും ആസ് സൂൺ ആസ് പോസിബിൾ. പിന്നെ എന്നോട് കുറേ അധികം കുട്ടികൾ ബാലൻസ് സബ്ജക്ട്സിൻ്റെ ആൻസർ കീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ എം ഗെറ്റിംഗ് ഐ വിൽ ബി ഡെഫിനറ്റ്ലി പ്രൊവൈഡിങ് ദാറ്റ് വിത്തൗട്ട് നോ ഡൗട്ട്. ഓക്കെ, എൻ്റെ സബ്ജക്റ്റ് കൊമേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻസിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ 2-3 ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്ന് എനിക്ക് കമൻറ്റിലൂടെ മനസ്സിലായി. സോ ഐ വിൽ ബി ഡെഫിനറ്റ്ലി ക്ലാരിഫൈങ് യുവർ ഡൗട്ട്സ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് we are concluding right now. Let's see in the next video. Till then, bye.